ഇതുപോലെ ലോൺ കൊണ്ടുള്ള ഒരു ട്രാപ്പിലാകാതിരിക്കാൻ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ലോൺ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എല്ലാ ലോണും ഈ കാണുന്ന റാങ്കിങ് അനുസരിച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ ലിസ്റ്റിന്റെ മേലെ കാണുന്ന ലോണുകളാണ് നിങ്ങൾക്ക് ഒരു കൊളാറ്ററലും ഇല്ലാണ്ട് കിട്ടുന്ന ലോൺ. അതുകൊണ്ട് തന്നെ ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് വളരെ അധികമായിരിക്കും. മാത്രമല്ല ഈ ലോണുകളായിരിക്കും ഈസി ആയിട്ട് നിങ്ങൾ ഒരു ട്രാപ്പിൽ എത്തിക്കാൻ സാധ്യതയുള്ള ലോണുകൾ. ഈ ബേസിസിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഡ്യൂസും ഇൻസ്റ്റാൾമെന്റ്സും അടക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിനായിട്ട് നിങ്ങൾക്ക് 3 കാര്യം ചെയ്യാം. ആദ്യമായിട്ട് ഷോർട്ട് ടേമിൽ നിങ്ങൾ സ്പെൻഡിങ്സ് നല്ലോണം കുറച്ച് സേവിങ്സ് കൂട്ടിയിട്ട് ഈ എമൗണ്ട് കൊണ്ട് നിങ്ങൾ ഡ്യൂസ് അടക്കാം. ഒരു ട്രാപ്പിലായ ഒരാൾ ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു ട്രാപ്പിലോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫസ്റ്റ് എടുക്കുക. രണ്ടാമതായിട്ട് ഈ ലിസ്റ്റിൽ താഴെ കാണുന്ന ലോണ് തിരിച്ചടക്കാനുള്ള ടേം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. സോ ടേം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മാസവും അടക്കേണ്ട EMIന്റെ എമൗണ്ട് കുറയും. സോ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് ഈ ലിസ്റ്റിൽ മേലെ കാണുന്ന ലോണിന്റെ EMIസും ഡ്യൂസും നിങ്ങൾക്ക് തിരിച്ചടക്കാം. അവസാനമായിട്ട് വേറൊരു വഴിയും ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞ ഒരു ലോൺ എടുത്തിട്ട് ആദ്യത്തെ ലോണിന്റെ ഡ്യൂസ് അടക്കുക. ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇത് സ്പെസിഫിക് ആയിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂസ് മാത്രം അടക്കാൻ യൂസ് ചെയ്യുക. ഇതിന് കാരണം ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് 36% വരെ ഉണ്ടാവാം. മാർക്കറ്റിൽ ഒരു ലോണിനും ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ക്രെഡിറ്റ് സ്കോർ കുറയും. സോ നിങ്ങൾക്ക് വേറൊരു ലോൺ കിട്ടാനുള്ള എലിജിബിലിറ്റി പോലും ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഒരു കുറഞ്ഞ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ എടുത്തിട്ട് ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂസ് അടച്ചു തീർക്കാം. ഇതിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം, ഒരിക്കലും പുതിയ ക്രെഡിറ്റ് കാർഡ് എടുത്ത് പഴയ ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂസ് അടക്കാണ്ടിരിക്കുക.